നല്ല തണുപ്പുണ്ടല്ലയോ? ഓക്കെ, സോ ഇന്ന് സ്നോ പെയ്യുന്നു. ഞങ്ങളുടെ ബേസ്മെന്റ് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. സാധനങ്ങളെല്ലാം വന്നു, എല്ലായിടത്തും താഴോട്ട് കൊണ്ടുപോവുക. താജ് കൺസ്ട്രക്ഷനിൽ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് ആ കമ്മിറ്റ്മെന്റ് ഞങ്ങൾ സമയത്തിന് തീർക്കും. സ്നോ പെയ്താലും ചൂടായാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മളൊരു കമ്മിറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് സമയത്തിന് ഒരു കസ്റ്റമറിന് ഡെലിവർ ചെയ്യുന്ന ആ വിശ്വാസം, റൈറ്റ്? അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്ക്, നമ്മൾ ചെയ്ത വർക്ക് ഒന്ന് പോയി നോക്കുക, പഴയ കസ്റ്റമറിനോടൊന്ന് സംസാരിച്ച് നോക്കുക, നമുക്ക് വേണ്ടി എന്തുവാ അവർ പറയുന്നത്, ആൻഡ് ദെൻ യു ഡിസൈഡ്. അത് കഴിഞ്ഞിട്ട് വർക്ക് തന്നാൽ മതി. അതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം അത് വർക്ക്, ഞങ്ങളുടെ ക്വാളിറ്റി ഓഫ് വർക്കും ഡെഡിക്കേഷൻ മാത്രം കണ്ടിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ടും ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഷോപ്സ് ഉണ്ട്, വെയർ ഹൗസസ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ മെറ്റീരിയൽ തന്നെ വില കുറഞ്ഞാട്ടാണ് വരും. അപ്പം നിങ്ങൾക്കൊരു നല്ല ബേസ്മെൻറ്റ് കോസ്റ്റ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. സേ ഒരു ബേസ്മെൻറ്റ് പണിയുമ്പം ഓൾമോസ്റ്റ് ഒരു 10 to 20% കുറയുന്നത് നല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രാക്ടറിനെ പിടിക്കുന്നത്, ലൈസൻസ് കോൺട്രാക്ടറിനെ പിടിച്ച് അവർക്ക് വർക്ക് കൊടുക്കുന്നതല്ലയോ നിങ്ങൾക്ക് ബെനിഫിറ്റ്. എപ്പോഴും ഞങ്ങൾക്ക് വർക്ക് തരുന്നതിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് ക്വാളിറ്റി ഓഫ് വർക്ക്, പ്രോപ്പർ ഡെഡിക്കേറ്റഡ് സമയത്തിനകത്ത് വർക്ക് ഫിനിഷ് ചെയ്യുന്ന ഗ്യാരണ്ടി. ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഡോറ് നമ്മൾ വെളിയിലോട്ട് വെച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ഈ ഡോറ് വെളിയിലോട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്ത സമയത്ത് ഈ ഡോർ അകത്തോട്ട് പോകുകയാണെങ്കിൽ ദേ കനോട്ട് ഗെറ്റ് അ സൈഡ് എൻട്രൻസ് ബേസിക്കലി. സോ ദേ ഹാവ് ടു ഗോ ബിലോ ഗ്രേഡ് ആൻഡ് ദാറ്റ് വിൽ കോസ്റ്റ് കസ്റ്റമർ അറൌണ്ട് $10,000 to $15,000 മേളിൽ കോസ്റ്റ് ചെയ്യുന്നു. അപ്പം ഞങ്ങൾ ഒരു ചെറിയ ടെക്നിക്കൽ തിങ് നമ്മുടെ ആർക്കിടെക്റ്റിൻ്റെ കൂടെ ഇരുന്ന് ഡിസൈൻ ചെയ്ത് ഇതിനെ വെളിയിലോട്ട് ചെയ്തു. താഴെ സ്റ്റെയർസിൻ്റെ സ്ഥലത്ത് 2 സ്റ്റെപ്പ് ഇട്ടു. ദാറ്റ്സ് ഇറ്റ്. അത് ആക്ച്വലി ഒരു നല്ല കോൺട്രാക്ടറും നല്ല ഒരു ആർക്കിടെക്റ്റിൻ്റെ കൂടെ ഇരുന്നാലും മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇച്ചിരി ബിലോയാണ്. പക്ഷേ യു ക്യാൻ പുട്ട് 2 stairs inside instead of doing outside, and they saved around 10,000 to 15,000. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബേസ്മെന്റ് അറൌണ്ട് 500 to 570 സ്ക്വയർ ഫീറ്റിന്റെ വീടായത്. ആൻഡ് യു ക്യാൻ സീ ഇത് അടിപൊളിയായിട്ട് നമ്മൾ 2 ബെഡ്റൂം ഉണ്ട്. ഓൾമോസ്റ്റ് 110 സ്ക്വയർ ഫീറ്റിന് ഒരു ബെഡ്റൂം, സ്മോൾ കിച്ചൺ, ബാത്റൂം, ആൻഡ് വി ഹാവ് അഡീഷണൽ സ്പേസ് ഹിയർ. അവിടെ നമ്മൾ ലിവിംഗ് റൂമോ, ഫ്രെയിമിങ്, ഈ വീട്ടിലെല്ലാം ഫ്രെയിമിങ് ഓൾമോസ്റ്റ് ഡൺ ആയത്. ഫ്രെയിമിങ് എസ്പെഷ്യലി ഈ ഫ്രെയിമിങ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇതിൻ്റെ മേളിൽ ഒരു 5/8 ഡ്രൈവോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? ഇത് ബേസിക്കലി സിറ്റി കോഡിൻ്റെ ഒരു സംഭവമാണ്. ഇത് ഫയർ റേറ്റഡ് ഡ്രൈവോൾ ഇട്ടിട്ടില്ലെങ്കിൽ സിറ്റി ഇൻസ്പെക്ഷൻ വിൽ നെവർ പാസ്. ഇപ്പം നാളെ എന്തെങ്കിലും ഫയർ ആയിക്കഴിഞ്ഞാൽ then we can show them like and main thing is that നമ്മൾ ഇവിടെ ഓൾമോസ്റ്റ് ലൈക്ക് 5/8 ഡ്രൈവോൾ ആയിരുന്നത്. 5/8 it's a fire rated drywall. So first we will put the channels in ചാനലിനകത്താണ് നമ്മൾ ഡ്രൈവോൾ കണക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് വുഡിനകത്ത് ഇടത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫയർ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് വുഡിനകത്ത് തീ പിടിക്കത്തില്ല. ഫയർ റേറ്റഡ് ചെയ്തിട്ട് ആൻഡ് വി പുട്ട് സേഫ് ആൻഡ് സൗണ്ട്. ദിസ് ഇൻസുലേഷൻ വി ഫിൽ ഇറ്റ് ഔട്ട് വിത്ത് എ സേഫ് ആൻഡ് സൗണ്ട്. സോ മേളത്തെ സൗണ്ട് റിഡക്ഷനും it's very important. Plumbing. So you can see here we made a plumbing separation here. All മേളത്തെയും താഴത്തെയും എല്ലാം സെപ്പറേഷൻ ചെയ്തിട്ട് ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ബേസിക്കലി ബാക്ക് വാൾഡാണ്. ഒരു വീട്ടിലെ ബാക്ക് വാൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ ടൈം സിറ്റിയിൽ നിന്ന് നമ്മുടെ ഈ പൈപ്പ് നേരെ പോയി സിറ്റിയുടെ പൈപ്പിനകത്തുനിന്ന് കണക്റ്റഡ് ആയിരിക്കുന്നത്. ആ പൈപ്പ് വെള്ളം തിരിച്ചു വരുമ്പം ഒരു കാരണവശാലും വീട്ടിനകത്തോട്ട് കയറാതിരിക്കാനുള്ള ഒരു ബാക്ക് വാൾ വെക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എപ്പോഴും ബേസ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ ഈ കാര്യം പൈസ മുടക്കി ചെയ്യിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ റീസൺ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വെള്ളം കയറുമ്പം അതിൻ്റെ വേസ്റ്റ് വെള്ളം ഒന്നും നിങ്ങളുടെ ബേസ്മെൻറ്റ് അതിനകത്ത് കയറി ബേസ്മെൻറ്റിൻ്റെ സീലിങ്ങും ഫ്ലോറിങ്ങും കാര്യങ്ങളെല്ലാം ഒന്നും വേസ്റ്റ് ആവില്ല. സോ ഇറ്റ്സ് വെരി മേക്ക് ഷുവർ ദാറ്റ് അത് നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ചെയ്യണം. ഇത് ഞാൻ ബാത്റൂമിൻ്റെ അകത്തോട്ടാണ് വെച്ചേക്കുന്നത്. സോ ഇത് വെളിയിലായിട്ട് ഇത് കാണാം. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഫ്ലോർ ലെവലിലാക്കി. So you can see tub connect ചെയ്തിട്ടുണ്ട്. Then toilets, vanity, everything. So 3-piece bathroom ഇത്. നമ്മൾ ഇത് ബേസിക്കലി ഒരു ചെറിയ ഒരു കിച്ചണാണ് ഇവിടെ വെച്ചേക്കുന്നത്. കിച്ചന് വേണ്ടി കൂടുതൽ സ്പേസ്, ബട്ട് ഇനഫ് സ്പേസ് ഇത്.
So it's almost like L shape. Ividunnu itrayum, and then it's coming up to here. And this small living area, and we have extra separate room there where you can keep dining room or anything. So so we utilize the proper space. So ഇവിടെ ഒരു additional room ഉണ്ട്. അതിനകത്ത് നിങ്ങൾ basically living space ആയിട്ട് എടുക്കാം. Otherwise if you are renting out, so the third bedroom ആയിട്ട് നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്യാം. But legally it's 2-bedroom plan. So accordingly ഞങ്ങൾ പ്ലാൻ ചെയ്തത്. And this is the plan map. ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും 1 bedroom and 2nd bedroom and this recreation area. So we can convert that if you want, but just for the, and we have a small kitchen, furnace room, bathroom, everything is there. ഇവിടെ വാട്ടർ സെപ്പറേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. മേളത്തെ വീടിൻ്റെ സെപ്പറേറ്റ് വാട്ടറും താഴത്തെ വീടിൻ്റെ സെപ്പറേറ്റ് വാട്ടറും. സോ വെൻ എവർ എനി വാട്ടർ ലീക്കേജ് എനിത്തിങ് കംസ് യു ക്യാൻ സെപ്പറേറ്റ്ലി ക്ലോസ്. ആൻഡ് ദിസ് ഇസ് ദ തിങ്. സോ ദിസ് ഫർണസ് റൂമിന് we kept the HRV here. So ഇപ്പം ഇതിനകത്ത് പ്ലസ് പോയിന്റ് ഇപ്പോൾ പുതിയ ന്യൂ കോഡ് വന്നേക്കുന്ന സിറ്റിയുടെ കോഡ് വന്നേക്കുന്നത് 5 വർഷത്തിന് മുമ്പിലുള്ള വീട്, 5 years ബാക്ക്, ലൈക്ക് 5 വർഷം പഴയ വീടിനകത്ത് പുതിയ കോഡ്സ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഹീറ്റിംഗ്, HRV, മേളിലത്തെ AC എല്ലാം സെപ്പറേറ്റ് ആയിരിക്കണം. ബട്ട് യു നോ വാട്ട്, AC-യുടെ ആവശ്യമില്ല. AC ഇപ്പോൾ നിങ്ങൾ താഴെ AC വെച്ചില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, ബട്ട് ഹീറ്റിംഗ് ഷുഡ് ബി സെപ്പറേറ്റഡ്. സോ അതിനകത്ത് ഇപ്പോൾ പുതിയ കോഡ് വന്നേക്കുന്നത് HRV സെപ്പറേറ്റ് ആയിരിക്കണം, അതിൻ്റെ അകത്ത് ഫയർ കോഡ് സെപ്പറേറ്റഡ് ആയിരിക്കണം. ഇതിനകത്ത് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഹീറ്റ് ബോർഡ്സ് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റംസ് എല്ലാം നമ്മൾക്ക് തരാം. അപ്പോൾ അത് ഓൾമോസ്റ്റ് ലൈക്ക് 10,000 to 15,000 നിങ്ങളുടെ വീടിൻ്റെ കോസ്റ്റ് കൂടും ബേസ്മെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇനി നെക്സ്റ്റ് ടൈം. ബട്ട് ദെൻ ഓൾസോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ് 5 years താഴെയുള്ള വീടിനകത്ത് മാത്രം. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതൊക്കെ കോഡ് ഫോളോ ചെയ്യേണ്ടത്. അതർവൈസ് യു ഡോണ്ട് നീഡ് ടു. ഈവൻ ലൈക്ക് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ ചാനൽസ് ഇട്ടിട്ട് ചാനലിൻ്റെ മേലുള്ള ഡ്രൈവോൾസ് ഒക്കെ അടിക്കുന്നത്. സോ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ യു നീഡ് ടു സീ ഇഫ് യുവർ കോൺട്രാക്ടർ ഈസ് ലൈസൻസ്ഡ്, ഹി ഹാവ് WSIB ലൈസൻസ്, ഇൻഷുറൻസ് ആൻഡ് എവറിത്തിങ്. കാരണം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീട് ചെയ്യുന്ന അവിടെ തീ പിടിച്ചു, ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഇപ്പോൾ ഫയർ കോഡ് ഇതൊന്നും അവർ നോക്കത്തില്ല. ഇപ്പോൾ ഒരു തീ പിടിച്ച് കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നിങ്ങളുടെ വീട് തന്നെ പോകും. നിങ്ങൾക്ക് ഇൻഷുറൻസും കിട്ടത്തില്ല, ആരും കിട്ടത്തില്ല. നമ്മുടെ പ്ലംബിങ് ചെയ്യുന്ന എല്ലാം ലൈസൻസ്ഡ്, ഇലക്ട്രീഷ്യൻ ചെയ്യുന്ന എല്ലാം ലൈസൻസ്ഡ് ആൾക്കാർ. So that's very important ki you follow up the code, you know. So city code proper ആയിരിക്കണം, ഇൻസ്പെക്ഷൻ പ്രോപ്പർ ആയിരിക്കണം. അതുകൊണ്ട് ഒരു $10 or $20 സേവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ചീപ്പ് കോൺട്രാക്ടറിനെ വിളിച്ചിട്ട് ഓക്കെ ഞങ്ങൾക്ക് ചെയ്യണം, അതല്ല. നമ്മുടെ വീടിൻ്റെ വാല്യുവേഷൻ, ഞാനൊരു റിയാൽറ്ററുമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വീടിൻ്റെ വാല്യുവേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, യുനോ. വാല്യുവേഷൻ കൂടുമ്പോഴാണ് അത്. അപ്പോൾ വാല്യുവേഷൻ കൂടുന്നത് എങ്ങനെ, നമ്മൾ പ്രോപ്പർലി വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പം വീടിൻ്റെ ഓരോരോ കാര്യങ്ങൾ കൂടെ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, എവറിത്തിങ് ഹാസ് ടു സീ ഇറ്റ്സ് അക്കോർഡിംഗ് ടു ദ കോഡ്. ഇതെല്ലാം ഫോളോ ചെയ്ത് ഒരു കോൺട്രാക്ടറിനെ ഹയർ ചെയ്യുക, ആരെയായാലും. സോ ദിസ് ഈസ് വാട്ട് എ ഡ്രീം ഹൗസ്, യുനോ. എൻഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓക്കെ, നമ്മുടെ ഡ്രീം ഹൗസ് വരുമ്പോൾ അത് പ്രോപ്പർലി കൺസ്ട്രക്റ്റഡ്, യുനോ, പ്രോപ്പർ കോഡിൻ്റെ ത്രൂ കൺസ്ട്രക്ട് ആയിരിക്കും. ഫ്രെയിമിംഗ് എല്ലാം കഴിയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ കോൺട്രാക്ടേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, അവർ ഫ്രെയിമിംഗ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റഡിന് നടക്കുന്ന വയർ പാസ് ചെയ്യുമ്പോൾ അവർ ഫയർ റേറ്റഡ് കോഡിങ് ചെയ്തത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫയർ റേറ്റഡ് ഡാപ്പ് ചെയ്യണം. അത് ചെയ്താൽ നാളെ ഇപ്പോൾ എന്തെങ്കിലും ഫയർ വരുന്നു കഴിഞ്ഞാലും ആൻഡ് വി ക്യാൻ സേവ് ദ പ്രോപ്പർട്ടി. യു ക്യാൻ സീ ഹോൾ എവറിഥിങ്, ലൈക്ക് യു സീ all the holes we fill up with the fire depth, right? So next time if anything, any video എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഡ്രീം ബേസ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ, ഈവൻ വി ഡു ദ ന്യൂ കൺസ്ട്രക്ഷൻ ടു കസ്റ്റം ഹൗസ് എവറിഥിങ്. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് താജ് കൺസ്ട്രക്ഷൻ ആൻഡ് വി മേക്ക് യുവർ ഡ്രീം ഹൗസ് കം ട്രൂ. താങ്ക് യു.